കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറയുകയുണ്ടായി, ഇവിടെ കേൾക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിശദീകരണങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് കാര്യമായിട്ട് ആരും ചോദിക്കുന്നത് കേൾക്കാറില്ല. അതുകൊണ്ട് എല്ലാം മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ രീതി അനുസരിച്ച് കേൾക്കുന്ന ആര് പ്രസംഗിച്ചാലും ആര് വചനം പഠിപ്പിച്ചാലും സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അവരോട് സാധാരണഗതിയിൽ ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിക്കാത്തത് കൊണ്ടും കൂടിയാണ് ചില സമയങ്ങളിൽ എൻ്റെ മനസ്സിൽ ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന സംശയങ്ങൾ വിശദീകരണമായിട്ടാണ് ചില സമയത്ത് അല്പം വിശദീകരിച്ചൊക്കെ ഞാൻ പറയാനായിട്ട് ഇടയാകുന്നത്. അല്ലാതെ ആ വിഷയം നീട്ടിപ്പോകാൻ വേണ്ടിയിട്ടല്ല. കഴിഞ്ഞ ആഴ്ച നാം മുഴുവൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല. എങ്കിലും കൂടെ ആ വിഷയം ഒന്ന് ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകാം. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ഉത്തരവാദികളായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളിൽ ഒന്നാമത്തേത് പീലാത്തോസാണ്. രണ്ടാമത്തേത് കയ്യഫാവും പുരോഹിതന്മാരും അടങ്ങുന്ന യഹൂദജനമാണ്. ആ വിഷയത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അസൂയ കൊണ്ടാണ് അവരെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. പിന്നീട് അവരെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ടാണ് അവരെ ആ കാര്യത്തിൽ മുതിർന്നത്. മറ്റൊന്ന്, ശബ്ബത്തിനെ ധിക്കരിക്കുന്ന വ്യക്തിയായിട്ടാണ് യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവരെ വിലയിരുത്തിയത്. മറ്റൊന്ന്, സാധാരണഗതിയിൽ മറ്റുള്ളവർ റബ്ബി എന്ന് കണക്കാക്കുന്ന അല്ലെങ്കിൽ ഗുരു, ഉപദേഷ്ടാവ്, പഠിപ്പിക്കുന്ന ടീച്ചർ എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ താഴ്ന്ന നിലവാരമുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതെ അല്ലെങ്കിൽ ചേരാതെ നിലവാരമുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ നിന്നും വിഭിന്നമായി ഏറ്റവും താഴേക്കടയിലുള്ള വ്യക്തികളെ പോലും സഹകരിപ്പിച്ച് അവരോട് തോളത്ത് കൈയിട്ടുകൊണ്ട് ഉപവസിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാതെ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ സാധാരണയിൽ എവിടെ ഭക്ഷണത്തിൽ ക്ഷണിച്ചാലും പോയി സ്വീകരിക്കുന്ന അങ്ങനെയുള്ള പ്രവണതയിൽ യേശു കർത്താവിനെ അവർക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഒരു വാക്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യം. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവരുടെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചു. ഇവിടെ ശാസ്ത്രിമാർ എന്ന് പറയുന്നത് അന്ന് കാലത്തെ തിരുവെഴുത്തുകൾ പകർത്തി എഴുതി കോപ്പികളുണ്ടാക്കുന്ന വ്യക്തികളും അത് പഠിപ്പിക്കുന്ന ആളുകളുമായിരുന്നു. അപ്പോൾ അവർ ചെയ്തിരുന്നത് പഴയ നിയമത്തിൽ ഇന്ന രീതിയിൽ പറയുന്നു, അത് ഞങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ യേശു കർത്താവിൻ്റെ ഇത് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്താണ് ഇത് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ പഴയ നിയമ കാര്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പല സമയങ്ങളിലും കർത്താവ് പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള മേഖലകളിലേക്ക് അവരുടെ ചിന്ത വ്യാപിച്ചുകൊണ്ടാണ് കർത്താവ് പലപ്പോഴും പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ട് അത്രേ അവനെ ഉദ്ദേശിച്ചു. ദൈവവചനം ദൈവികമായ അധികാരത്തോടുകൂടെ വേണം പ്രസ്താവിക്കാൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്ദേശമായിട്ടാണ് പറയുന്നത്, വ്യക്തിയുടെ അഭിപ്രായമായിട്ടല്ല. അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് യേശു കർത്താവ് അവരെ പഠിപ്പിച്ചത്. മനുഷ്യരായ മറ്റുള്ള ശാസ്ത്രന്മാരെ, പരീശന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ വഴി പഠിപ്പിക്കുന്ന ന്യായശാസ്ത്രന്മാരൊക്കെ ആ നിലയിലുള്ളൊരു പഠനം അവിടെ നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിനോട് ആ നിലയിൽ ചോദിക്കാൻ കാരണം. മറ്റൊരു കാര്യം കൂടി അത് ചേർത്ത് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞ് മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. 11-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യം. അവർ പിന്നെയും യെരൂശലേമിൽ ചെന്നു. അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. നീ എന്താധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും
ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആരെന്നും അവരോട് ചോദിച്ചു. യേശു അവരോട്, ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അതിന് ഉത്തരം പറയും. എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയും. മതി. ഇവിടെ ഈ അതിൻ്റെ മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ 15-ാം വാക്യത്തിൽ ആദ്യ അധ്യായത്തിൻ്റെ വായിച്ചു നോക്കിയാൽ നിങ്ങൾ വായിപ്പിക്കുന്നില്ല. വായിച്ചു നോക്കിയാൽ അറിയാം. അവൻ ദൈവാലയത്തിൽ ചെന്ന് അവിടെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അവരെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്ന അവർ പീഠങ്ങളെയൊക്കെ മറിച്ചിട്ട് കളഞ്ഞ് മറ്റു സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ചാട്ടവാറെടുത്ത് അടിച്ച് അവരെയൊക്കെ ഓടിച്ച് ഇത് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയമാണ്, ഇത് കള്ളന്മാരെ ഗുഹയാക്കി തീർത്തു എന്നൊക്കെ പറഞ്ഞുള്ള പ്രവൃത്തികൾ നടത്തിയപ്പോൾ അന്നത്തെ മതനേതാക്കന്മാർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളിലേക്ക് യേശു കർത്താവ് കൈകടത്തി അവിടെ ചെയ്തപ്പോഴാണ് ഇവിടെ നാം വായിച്ചത്, നീ എന്ത് അധികാരം കൊണ്ടത് ചെയ്തു. അവിടെ ചോദിച്ച കൂട്ടത്തെ നോക്കുക. മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, മൂപ്പന്മാർ ഒക്കെയാണ്, നേതൃത്വമാണ് മൊത്തത്തിൽ യേശു കർത്താവിനെ ചോദ്യം ചെയ്തു. നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം ആര് തന്നു? അപ്പോൾ അവരെ കർത്താവിൻ്റെ മറുപടി ഒരു മറുചോദ്യം ചോദിച്ചുകൊണ്ട് അവരെ ഉത്തരം മുട്ടിക്കാനുണ്ടായത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറൽ വസ്തുതകളെ നേരിടാനോ അംഗീകരിക്കാനോ കഴിവില്ലാത്തതിൻ്റെ തെളിവായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ അതിന് ഉത്തരം പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഉത്തരം പറഞ്ഞാൽ അവർക്ക് പിന്നെയും കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടി വരും. അവരെ കർത്താവിൻ്റെ മുമ്പിൽ അവർ പരാജയപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ടും കൂടെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ ഭൂമിയിൽ നിന്നാണോ എന്നൊക്കെ ഒരു എവിടെയും തൊടാതെ ഒരു മറുപടി പറഞ്ഞപ്പോഴാണ് കർത്താവ് എന്നാൽ ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ഈ സുവിശേഷങ്ങൾ നാം വായിച്ചാൽ പലപ്പോഴും കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരുന്ന വ്യക്തികൾ യേശുവിനെ കുടുക്കാനായിട്ടും ഉപായത്തിൽ പിടിക്കാനൊക്കെ വന്ന വ്യക്തികളോട് നേരെ ചൊവ്വേ മറുപടി പറയാതെ, ചിലയിടത്തൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് മറുചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ മനസ്സിലുള്ള ആശയങ്ങളുടെ ആ പൊള്ളത്തരം പുറത്തേക്ക് കൊണ്ടുവരുന്ന സംഭവങ്ങളാണ് പലപ്പോഴും നാം രേഖപ്പെടുത്തിയത്. നമുക്കറിയാം, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ അവരുടെ ഉപായം ആ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, എന്നോട് വെള്ളി നാണയം കാണിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ എഴുതിയിരിക്കുന്ന മേലെഴുത്താരുടെയാണ്, കൈസറുടേതാണ്. അപ്പോൾ ആ കർത്താവ് പറഞ്ഞ മറുപടി കൈസർക്ക് കൊടുക്കുക, ദൈവത്തിനുള്ള ദൈവത്തിനും എന്ന് ചേർത്ത് പറഞ്ഞു. അപ്പോൾ അവരുദ്ദേശിച്ച മറുപടി യെസ് ഓർ നോ എന്നുള്ള മറുപടിയാണ്. കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ളതല്ല കർത്താവിന് മറുപടി. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് വിദഗ്ധമായിട്ടാണ് തന്ത്രപരമായി തന്നെ നേരിടുന്നവരെ അധികാരത്തിൻ്റെ മാത്രമല്ല യുക്തിസഹമായി അവരെ നിശബ്ദനാക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു യേശു കർത്താവ്. എന്നാൽ യഹൂദന്മാർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു കാരണം, മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ആ അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ നേതൃത്വത്തെ വിമർശിക്കുന്ന ഒരു അധ്യായമാണത്. അവിടെ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ അതിൻ്റെ 3-ഉം 4-ഉം വാക്യം. നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യും. അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുതാണ്. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവർ ബലമുള്ള ചുമടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു. ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കും. ആ വാക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഈ വാക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കയറിപ്പെട്ടാനുള്ള കാര്യം ഞാനൊരു ഉദാഹരണം പറയുകയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഹൈന്ദവനായ സുഹൃത്ത്, അദ്ദേഹത്തോട് ഞാൻ ചില ആശയങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ കുത്തിക്കൊണ്ട് പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങളോട് അവർ പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്, എന്നാൽ അവരെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ മൊത്തത്തിൽ ആണ് അദ്ദേഹം കുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം അദ്ദേഹം ഒരു ക്രൈസ്തവർ തെങ്ങി പാർക്കുന്ന ഏരിയയിൽ നിന്ന് താമസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് പല സഭാവിഭാഗങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടും കൂടെയാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ വാക്യം അന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്.
ആഴ്ന്നിറങ്ങി. ഇത് വായിക്കുക, അവരെ യഹൂദ നേതാക്കന്മാരെ വളരെ കർക്കശമായി പരിഹസിക്കുന്ന ചില വാക്കുകളാണ്. ഇത് താഴെയായിട്ട് വായിച്ചു നോക്കിയാൽ കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീക്ഷന്മാരുമായിട്ട് നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പല കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. അതിൻ്റെ 27ഉം 28ഉം വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. വെണ്ണ തേച്ച ശവക്കലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്തെ. വെള്ളം തേച്ച ശവക്കല്ലറകളെ, ഇത് വളരെ പ്രസിദ്ധമാണ് ഈ പ്രയോഗം. പല മേഖലകളിൽ പല രാഷ്ട്രീയക്കാരും പല ആളുകളും ഉപയോഗിക്കുന്നതായിട്ട് കേൾക്കാം. അവിടെ പറയുന്നത് വെള്ള തേച്ച ശവക്കല്ലറകളോട് ഉപമിച്ചുകൊണ്ടാണ് അവരെ വിമർശിക്കുന്നത്. ഇത് കേട്ടാൽ നേതൃത്വം വെറുതെ ഇരിക്കുമോ? വിദ്വേഷവും വെറുപ്പും അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾ കാണാം. പിന്നെ താഴോട്ട് വായിച്ചാൽ അതിനേക്കാൾ ശക്തമായ വാക്കുകളൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് അവരെ ശക്തമായി വിമർശിക്കുകയും അവരുടെ തെറ്റുകളെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനായ യേശുവിനെയാണ് ഇവിടെ മത്തായി വരച്ച് കാണിക്കുന്നത്. അതിൽ നിന്ന് യഹൂദന്മാരുടെ വൈരാഗ്യവും എതിർപ്പും വിദ്വേഷവും വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ വേദഭാഗങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന മറ്റൊരു വിഷയം, യഹൂദന്മാർക്ക് എന്തുകൊണ്ടാണ് യേശുവിനെ മശീഹയായി അല്ലെങ്കിൽ ക്രിസ്തുവായിട്ട് അംഗീകരിക്കാൻ പറ്റാഞ്ഞത്? നമുക്കറിയാം, ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതായ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടത് പിന്നീടാണ്. എന്ന് പറഞ്ഞാൽ AD 40-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. അതായത് യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളൊക്കെ ആരംഭിച്ചതിന് ശേഷമാണ് എഴുതപ്പെട്ടത്. ഈ പുസ്തകം നമ്മളിപ്പോൾ വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അന്നത്തെ യഹൂദന്മാർക്ക് ഈ പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വളരെ സൂക്ഷ്മമായിട്ട് യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് വ്യക്തതയോടുകൂടി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ മശീഹയായിട്ട് അവർ അംഗീകരിക്കാൻ? പ്രധാനപ്പെട്ട കാരണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ചെയ്യാനിരിക്കുന്നത്. കാരണം അവർക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇതിനെയാണ്. ഞാൻ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 44 വരെയുള്ള വാക്യം. പുരുഷാരത്തിൽ പലരും ആ വാക്ക് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ ഇവൻ ക്രിസ്തു തന്നെ എന്നും, മറ്റു ചിലർ ഗലീലയിൽ നിന്നും ക്രിസ്തു വരുന്നത്, ദാവീദിന്റെ സന്തതിയിൽ നിന്നും, ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും ക്രിസ്തു വരുന്നുവെന്ന് തിരുവെടുത്ത് പറയുന്നില്ലയോ എന്നും പറഞ്ഞു. അങ്ങനെ പുരുഷാരത്തിൽ അവനെ ചൊല്ലി ഭിന്നത ഉണ്ടായി. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചുവെങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. ഈ ഭാഗം നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ അവിടെ യഹൂദന്മാർ ഉന്നയിക്കുന്ന ഒരു കാര്യം തിരുവഴുത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. സഖരിയ പ്രവചനത്തിൽ ഉദ്ധരണി മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവ് അല്ലെങ്കിൽ മശിഹ ജനിക്കേണ്ടത് ദാവീദിൻ്റെ ഗോത്രത്തിലാണ്, മാത്രമല്ല ബെത്ലഹേമിലാണ് ജനിക്കേണ്ടത്. എന്നാൽ യേശു ക്രിസ്തു ഇപ്പോൾ അറിയപ്പെടുന്നത് ആരായിട്ടാണ്? ഗലീലക്കാരനാണ്, നസറത്തുകാരനാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, ഇവൻ ക്രിസ്തു തന്നെയെന്ന് മറ്റു ചില ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നു? കാരണം ദൈവമേ അറിയാവുന്നവരാണ് അവർ. പ്രവചനങ്ങളിൽ പറയപ്പെട്ടുള്ളത് ദാവീദിൻ്റെ പട്ടണത്തിൽ ബെത്ലഹേമിൽ വേണം യേശു ജനിക്കാൻ, ക്രിസ്തു ജനിക്കാനായിട്ട്, മശിഹ ജനിക്കാൻ. യേശുവിനെ കുറിച്ചുള്ളതായ ചരിത്രം നാം വായിക്കുമ്പോൾ യേശു ഗലീലക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത്, നസറത്തുകാരനാണ് എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ലഭ്യമായ പരിജ്ഞാനത്തിലും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിലയിരുത്തി ഇവൻ ബെത്ലഹേമിൽ ജനിച്ച വ്യക്തിയല്ല, ദാവീദിൻ്റെ സന്തതിയല്ല, ദാവീദിൻ്റെ പട്ടണത്തിൽ വളർന്നവനല്ല, അതുകൊണ്ട് ഇവൻ അംഗീകരിക്കാൻ പറ്റും. ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ തന്നെ 5
50 മുതൽ 52 വരെ വാക്യം. അവരിൽ ഒരുത്തനായി മുമ്പേ അവരുടെ അടുക്കൽ വന്നിരുന്ന നിക്കോദെമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടില്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവനോട്, നീയും ഗലീലക്കാരനോ പരിശോധിച്ചു നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നിക്കോദിമോസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പ്രമാണി എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ വ്യക്തി ഇവരുടെ ഇടയിൽ അറിയപ്പെടുന്ന നിക്കോദിമോസിൻ്റെ മരണശേഷം അടക്കം ചെയ്യുന്ന സമയത്ത് വരുന്ന കാണാം. നിക്കോദിമോസ് അവരുടെ സന്നിധി സംഘത്തിലൊരു അംഗമാണെന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അവരുടെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചോ. നിക്കോദിമോസ് അവരോട്, ഒരു മനുഷ്യൻ്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടില്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വേണം വിധി പ്രസ്താവിക്കാൻ. ഇവർ ചെയ്തതെന്താ? യേശുവിനെ കുറിച്ച് കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. ഇവരാകെ കൂടി അറിയാവുന്നത് യേശു കർത്താവ് നസറത്തുകാരനാണ്, അവൻ ഗലീലക്കാരനാണ്, അവൻ ബത്ലഹേമിലാണോ ജനിച്ചതെന്ന കാര്യമൊന്നും അവർ അന്വേഷിച്ചില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഇങ്ങനെ. അതുകൊണ്ട് നിക്കോദോസിനെ അവർ തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അവരെ മറുപടി ശ്രദ്ധിക്കുക. അവരോട്, നീയും ഗലീലക്കാരനോ പരിശോധിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം പരിശോധിച്ച് നോക്കുക, ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ആ പ്രവാചകനാണ്, മോശ പറഞ്ഞ ആ പ്രവാചകനാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മശീഹയാണെന്ന് പറഞ്ഞു. അവൻ ജനിക്കേണ്ടത് ബത്ലഹേമിലാണ്. കാരണം മത്തായി സുവിശേഷത്തിൽ നമുക്കറിയാം, ഹെരോദാവിൻ്റെ അടുക്കിലേക്ക് വിദ്വാൻമാരെ കടന്നു വന്നപ്പോൾ യഹൂദന്മാർ രാജാവായി പിറന്നവൻ ഇവിടെ ഞങ്ങളവൻ്റെ നക്ഷത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുമ്പോൾ ഹെരോദാവ് ശാസ്ത്രമാരെയൊക്കെ വിളിച്ച് പരിശോധിച്ചവിടെ അവർ പറഞ്ഞു, അതെ ശരിയാണ്, ആ ഭാഗം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് വായിക്കാത്തത്. ബത്ലഹേമിലാണ് യേശു കർത്താവ് മശീഹ ജനിക്കേണ്ടത്, യേശു ക്രിസ്തു ജനിക്കേണ്ടത്. അപ്പോഴാണ് ആ പ്രയോഗം മനസ്സിലാക്കി വേണം നമ്മുടെ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യേശു കർത്താവ് ജനനത്തെക്കുറിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം, ആദ്യം 1-ാം അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന് 32-ാം വാക്യം. അത് അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഇനി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ വായിച്ചാൽ 4 മുതൽ 5 വരെയുള്ള വാക്യം. അങ്ങനെ യോസേഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവർ ആകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറത്ത് പട്ടണം വിട്ടു യഹൂദയിൽ ബത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവിടെ വെച്ച് മറിയ പ്രസവിച്ച കാര്യമൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ ലൂക്കോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദാവീദ് ഗൃഹത്തിലും കുലത്തിലുമുള്ളവനായ യോസേഫിൻ്റെ മകനായിട്ടാണ് മറിയയെ വിവാഹം കഴിച്ച ഈ വ്യക്തി ജനിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങൾക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ല. എന്നാൽ വ്യക്തമായ കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് അവർ വിധി എഴുതിയത് യേശു കർത്താവിനെക്കുറിച്ച്. യേശുവിനെക്കുറിച്ച് ക്രിസ്തുവല്ല, മശീഹയല്ല എന്നെഴുതി. നിക്കോദെമോസ് അവരെ പണ്ഡിതനായവൻ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അവർ തിരുത്താനായിട്ട് ശ്രമിച്ചില്ല. അവർ പറഞ്ഞെന്താ, ഇവൻ ഗലീലക്കാരനാണ്, നീ പരിശോധിച്ച് നോക്ക്, ഇവൻ ഗലീലക്കാരനല്ലേ, അവൻ നസ്രത്തുകാരനല്ലേ. നസ്രത്തിൽ നിന്നോ ഗലീലിൽ നിന്ന് പ്രവാചകൻ വരുന്നത് ബത്ലഹേമിൽ ദാവീദിൻ്റെ ഗൃഹത്തിൽ വേണം ജനിക്കാൻ. അപ്പോൾ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത്, അവർ തെറ്റിദ്ധരിച്ചു. നാം കൊഴുതി ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ, അവർ തേജസ്സിൻ്റെ കർത്താവിനെ അറിഞ്ഞുവെങ്കിൽ തിരിച്ചറിഞ്ഞുവെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ യേശു മശീഹയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാൻ അവർക്ക് കഴിയാതെ പോയി. ഇത് ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഇതോട് ചേർത്ത് നമ്മൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറയട്ടെ. പലപ്പോഴും നാം ദൈവവചനത്തിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഉപരിപ്ലവമായിട്ട് നാം അതങ്ങൾ വിഴുങ്ങുകയാണ്. പലതും മനസ്സിലാക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, പരിശോധിക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പരിധി നോക്കി
ഇത് വാസ്തവത്തിൽ ഈ പറയുന്നത് ശരിയാണോ? അപ്പോസ്തല പ്രവൃത്തി നമുക്കറിയാം, ബെരോവയിലെ വിശ്വാസികളെക്കുറിച്ചൊക്കെ പറയുന്നത്, അവരെക്കുറിച്ച് പറയുന്നത് അവർ പരിശോധിച്ച് വളരെ വ്യക്തതയോടുകൂടി അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും തിരുവെഴുത്തുകളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അവർ കാര്യങ്ങൾ വിലയിരുത്താൻ ശ്രമിച്ചു. നാമും ചെയ്യേണ്ടത് അതാണ്. ഇവിടെ യഹൂദന്മാരോട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ നാം പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞതാണ്. ദൈവവചനം വേണ്ട വിധത്തിൽ പരിശോധിച്ചിട്ട് വേണം ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണകൾ നമുക്കുണ്ടാകും. അല്ലാതെ ഭൂരിപക്ഷം പറയുന്നവർ വിശ്വസിക്കാനോ മറ്റുള്ളവർ പലരും പറയുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. യഹൂദന്മാർക്ക് പറ്റിയ അബദ്ധം അതാണ്. അവൻ നസ്രത്തുകാരനാണ്, അവൻ ഗലീലക്കാരനാണ്. അപ്പോൾ ഒരു തരത്തിലും അവൻ മശീഹയാകാനും ക്രിസ്തു ആകാനും നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവൻ അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ യേശു കർത്താവിൻ്റെ കാര്യത്തിൽ വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു. മരിച്ചു കഴിഞ്ഞ ആളെ പോലും അവർ വെറുതെ വിടാൻ തയ്യാറായില്ല. അത് നമുക്ക് നന്നായിട്ട് അറിയാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അതിൻ്റെ 62 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി, യജമാനനെ, ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവും മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്കാമെന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽ കൂട്ടത്തെ തരാം, പോയി നിങ്ങളാകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഈ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വിഷയമാണ്. ഇതിൻ്റെ വിശദ വിവരങ്ങളല്ല ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നാണ് സാധാരണഗതിയിൽ ലോകം വിചാരിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആ വാക്കുകളെ വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം. ഈ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ശബത്താണ്. ശബത്തിൽ വളരെ സ്വസ്ഥമായിരിക്കണം, ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റവിചാരണ ചെയ്യുകയും അപമാനിക്കുകയും ചെയ്ത വ്യക്തികളാണ് ഇപ്പോൾ യേശുവിൻ്റെ കല്ലറ ഉറപ്പാക്കാൻ പീലാത്തോസിൻ്റെ അടുക്കലേക്ക് ഇവർ പോകുന്നത്. മനസ്സിലാക്കണം, അവരുടേതായ കപടമായ ആ മതഭക്തിയുടെ ചിത്രം. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, യജമാനെ എന്ന് പറഞ്ഞാൽ ആ ചതിയൻ, ആ വാക്ക് ശ്രദ്ധിക്കുക, നുണ പറയുന്നവനാണ്, കള്ളത്തരം ചെയ്യുന്നവനാണ്. അത്ര മോശമായ ഒരു പ്രയോഗമാണ് യേശു കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞത്. സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ മാത്രമല്ല മറ്റെല്ലാ ഭാഗങ്ങളിലും അയാളുടെ മോശമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ മരിച്ചു കഴിഞ്ഞിട്ടും കർത്താവിനെക്കുറിച്ച് വളരെ വിഷമകരമായ രീതിയിലുള്ളതായ പ്രയോഗങ്ങളാണ് അവിടെ നടത്തുക. അവിടെ വായിക്കുന്ന ശരിയായി, 3 നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ. ഈ വാക്കിൻ്റെ പ്രസക്തി നിങ്ങൾ മനസ്സിലാക്കും. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതികൾക്ക് ഏൽപ്പിച്ച് കൊടുക്കപ്പെടും, പീലാത്തോസ് അല്ലെങ്കിൽ യഹൂദന്മാരാൽ ഞാൻ ജാതികൾക്ക് ഏൽപ്പിച്ച് കൊടുക്കും, അവരെന്നെ കൊല്ലും, 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ആ സമയത്തൊന്നും തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 34-ാം വാക്യം ഒന്ന് വായിക്കാം. പല സന്ദർഭങ്ങളുണ്ട്, ഒരെണ്ണം മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇതതിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അവൻ 12 പേരെ കൂട്ടിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ജാതികൾ കേൾപ്പിക്കും, കൊല്ലും, അവൻ ഉയർത്തെഴുന്നേൽക്കും. അവരോ ഇതൊന്നും ഗ്രഹിച്ചില്ല. ഈ വാക്ക് അവർക്ക് മറവായിരുന്നു, പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാർക്ക് യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന കാര്യം അത്ര ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാണ്
ഉയർത്തെഴുന്നേച്ചു എന്ന് പറഞ്ഞ് ഇവരൊക്കെ അതിശയിച്ച് അങ്ങനെ അത്ഭുതപ്പെട്ടും സംശയിച്ചൊക്കെ നിന്നതായിട്ട്. എന്നാൽ ഇവിടെ നോക്കുക, ശത്രുക്കളായിട്ടുള്ളവർ ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. അവൻ പറഞ്ഞത് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 ദിവസത്തിനകം പണിയും എന്നൊക്കെ അവകാശവാദം ചെയ്തവരാണ്. ഇവിടെ യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നല്ല അവരെ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാര്യം നമുക്കറിയാം. അവിടെ പറയുന്നത് കാവൽക്കാർ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ കല്ലറയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി അത് വല്ലാത്ത ഉപദ്രവം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഞാൻ ഈ ഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ പല പത്രത്തിലുള്ളതായ ഈ ഞായറാഴ്ച പതിപ്പുകളൊക്കെ വായിക്കാം. അതിൽ ഒരു പ്രാവശ്യം വായിച്ചപ്പോഴേ വളരെ പ്രശസ്തനായ നമ്മുടെ മലയാളിയായ ഒരു സാഹിത്യകാരൻ ചെറിയ പ്രവാചകന്മാരുടെ ഒരു പുസ്തകത്തിൽ നിന്നുള്ളതായ ഒരു ഭാഗം എടുത്തുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയത് ഞാൻ വായിക്കുന്നത്. അദ്ദേഹം ക്രിസ്തുവിശ്വാസിയൊന്നുമല്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് വ്യാഖ്യാനിച്ചത്. അത് അന്നത്തെ സമകാലിക സംഭവങ്ങളും സാഹിത്യകാര്യങ്ങളും. അപ്പം ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ചിലപ്പോഴൊക്കെ നമ്മേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടെ ബൈബിൾ വായിക്കുന്ന ആളുകൾ അവിശ്വാസികളായിട്ടുള്ളവരുണ്ട്. നാം വായിക്കുന്നത് അങ്ങനെ ക്രമമായി വായിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്കാണെങ്കിൽ ഒന്നും പേരുന്നത് വായിച്ചു. നമ്മളത് വായിക്കുന്നതിനെ ഒരു ചടങ്ങ് പോലെ അങ്ങ് വായിക്കുന്നു. അത് എഴുതിയത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. അത് വായിക്കുന്നു, വിടുന്നു, പിന്നെ പ്രസംഗം കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നല്ലാതെ സൂക്ഷ്മമായിട്ടൊന്നും നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ നമ്മെ വിമർശിക്കുന്ന, നമുക്ക് എതിരായി നിൽക്കുന്ന ശത്രുക്കളായിട്ടുള്ളവർ ദൈവവചനത്തിൻ്റെ പല കാര്യങ്ങളും സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറയുമോ? നമ്മെ ആക്രമിക്കാൻ, നമുക്ക് എതിരായി ശബ്ദമുയർത്താൻ, നമ്മളെ വിമർശിക്കാൻ, നാം പറയുന്ന ന്യായവാദങ്ങൾക്ക് മറുവാക്കുകൾ പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു. കർത്താവിൻ്റെ വാക്കുകളൊക്കെ അവരെ ഓർത്തിരിക്കുന്നുണ്ട്. പറയണം, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അബദ്ധം വരാതിരിക്കാൻ ചെയ്യും. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടും യഹൂദന്മാരുടെയും ശാസ്ത്രന്മാരുടെയും അല്ലെങ്കിൽ മഹാപുരോഹിതന്മാരുടെയും നേതൃത്വത്തിൻ്റെയും വിദ്വേഷം അവസാനിച്ചില്ല. ഈ ഭാഗം നാം വായിക്കുമ്പോഴേ ഈ കാര്യം പിന്നെയും അവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഈ വിഷയം എന്നുള്ളത് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ അപ്പോസ്തലന്മാർ പത്രോസിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ പ്രസംഗങ്ങളിൽ ആദ്യ സമയങ്ങളിൽ ഈ കാര്യം എടുത്തെടുത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. ഇത് 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഇസ്രായേൽ ജനത്തെ അവിടെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കാണ്. അവിടെ അവരെ പറയുന്ന ആരോപണം എന്താ? അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറഞ്ഞു. അവനെ ക്രൂശിക്കാന്ന് ആർത്ത് വിളിച്ചു. ബറബ്ബാസിനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അവിടെ പറയുന്നത് എന്താ? കൊലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു എന്നൊക്കെ ഉള്ളതായ ആരോപണം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആദ്യ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ പ്രസംഗ വിഷയമായിരുന്നു. യാതൊരു മടിയും കൂടാതെ അന്നത്തെ ജനത്തിൻ്റെ മുമ്പിൽ വളരെ ധൈര്യപൂർവ്വം പ്രസംഗിച്ച വ്യക്തിയാണ് പത്രോസ്. കാരണം പത്രോസ് വളരെ ഭീരുവായിരുന്നു. തള്ളിപ്പറഞ്ഞു എന്നൊക്കെ ശരിയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റേതായ അധിവാസം വന്നപ്പോൾ കർത്താവിൻ്റെ വാക്കനുസരിച്ച് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചതായ പത്രോസ് ശക്തിയുക്ത അവരുടെ മുമ്പിൽ പറയുകയാണ്, നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞു, നിങ്ങളുടെ നേതാക്കൾ. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 4-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം. മൂപ്പന്മാരുള്ളവരെ, ഈ മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങളെ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ചവനുമായി നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ഇവൻ സൗഖ്യമുള്ളവരായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളും. ആ അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്ന അവരുടെ പ്രമാണികൾ, മൂപ്പന്മാർ, ശാസ്ത്രിമാർ യെരുശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ കൂടിയാണ് ഇവരെ വിസ്തരിക്കുന്നത്. അവരുടെ മുമ്പിലാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ക്രൂശിച്ചവനും എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ധൈര്യപൂർവ്വം പറയുന്നു, നിങ്ങളാണ് ക്രൂശീകരണത്തിൻ്റെ കാരണക്കാർ. ഇനി 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 5-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യം. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപസംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിൽ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് എന്താ? ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ക്രൂശുമരണം അനുഭവിച്ചതിൻ്റെ കുറ്റവാളികൾ നിങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ലോകം മുഴുവൻ, അന്നത്തെ സമൂഹത്തിൽ മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ് നിങ്ങൾ സമൂഹത്തിൽ. അവിടെ അതാണ് പറയുന്നത്. അവിടെ അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. 17-ാം വാക്യം മുതൽ പോസ്റ്റർമാരെ പിടിച്ച് തടവിലാക്കി. ദൈവം ഒരു അത്ഭുതം പുറപ്പെടുവിച്ചു. കർത്താവിൻ്റെ ദൂതൻ വന്ന് കാരാഗ്രഹവാതിൽ തുറന്ന് ഇവരെയൊക്കെ ദൈവാലയത്തിലേക്ക് പോയി ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു വിട്ടയച്ചത സന്ദർഭമാണിത്. അപ്പോൾ വാതിലൊക്കെ പൂട്ടിയിരിക്കുന്നു, കാവൽക്കാരൻ നിൽക്കുന്നു, അതിൻ്റെ അകത്ത് ആൾക്കാരില്ല. അത് ദൈവത്തിൻ്റെ ദൂതൻ ഇവരെയൊക്കെ വിടുവിച്ചു. അവർ ദൈവാലയത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവരെ ചോദ്യം ചെയ്യാനായിട്ട് അന്നത്തെ നേതാക്കന്മാർ ശ്രമിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ? അവർ ആ വിഷയത്തിൻ്റെ ഇത്, ആ മനുഷ്യൻ്റെ നിങ്ങൾ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ അസന്നിഗ്ധമായിട്ട് വളരെ വ്യക്തതയോടുകൂടെ അവർ യെരൂശലേമിൽ പ്രസംഗിച്ച് നടക്കുമ്പോഴൊക്കെ പറയുന്നത്, നമ്മുടെ നേതാക്കന്മാർ യേശുവിനെ കൊന്നുകളഞ്ഞു, ദൈവം അയച്ച വ്യക്തിയായിരുന്നു, മശീഹയായിരുന്നു, നിങ്ങൾ അംഗീകരിച്ചില്ല, നിങ്ങളെ കൊന്നുകളഞ്ഞു. അതിന് താഴോട്ടുള്ള വാക്യം നോക്കിയാൽ 30-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യേശുവിനെ തൂക്കിക്കൊല്ലാനായിട്ട് കാരണക്കാരായി തീർന്നു. അപ്പോൾ യഹൂദന്മാരുടേതായ ആ മനോഭാവത്തെയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ്? അവരുടെ അധികാര പരിധിയിലേക്ക് കർത്താവ് കടക്കുന്നു, അവരെ വിമർശിക്കുന്നു, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നു. ഇത് വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. യേശു കർത്താവിൻ്റെ ഈ രീതി, ഇടപെടൽ നാമും ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാമൊക്കെ ഞായറാഴ്ച എല്ലാവരും കടന്നു വരും. ഇവിടെ നിറച്ച ആളുകളുണ്ടാകും. എന്നാൽ ഞായറാഴ്ച കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വരുന്ന വരെയുള്ള സമയത്ത് നാം ഒക്കെ ജീവിക്കുന്നത് നമ്മുടേതായ സമൂഹത്തിൽ, നമ്മുടേതായ മേഖലകളിൽ തൊഴിൽ ചെയ്ത് ഒക്കെ ജീവിക്കുന്നു, അല്ലെങ്കിൽ പല മേഖലകളിലായി പെരുമാറും. അപ്പോഴൊന്നും നാം ഓർക്കാറില്ല, പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്നത്, നാം ആ ക്രിസ്തുവിൻ്റെ സാക്ഷികളാണെന്നും ദൈവമക്കളാണെന്നും നമ്മുടെ ഇടപാടുകളിൽ വെളിപ്പെടുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ബോധിപ്പിക്കുമ്പോൾ നമ്മളതിനെ തൽക്കാലം വിസ്മരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ കടന്നു പോകുമ്പോൾ നാം കർത്താവിനെ കാണുന്നത് എന്താ? ഈ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം, ഇതിൽ ഇത്രയും നിയന്ത്രണം കർത്താവിൻ്റേത് എനിക്ക് വേണ്ട എന്ന് പലപ്പോഴൊക്കെ നാം ചിന്തിച്ചു പോകുന്ന ആളുകളാണ്. നമുക്കറിയാം, ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊലോസ് ലേഖനത്തിലും എഫേസ് ലേഖനത്തിലും പറയുന്ന ഒരു വാക്കുണ്ട്. അത് തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരോട് പറയുന്നതാണ്. അവിടെ പറയുന്നത്, ആ വാക്യം ഒന്ന് വായിക്കാം. എഫേസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യം. ദാസന്മാരെ,
ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയോടും കൂടെ അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടിസേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തു മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. അവിടെ പറയുന്ന കാര്യം, ഇത് കൊലോസ്യ ലേഖനത്തിൽ ഈ കാര്യം പറയുന്നുണ്ട്. ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തു വായിക്കുന്നു. ഭൂമിയിൽ ജോലി ചെയ്യുന്നവരുടെ ദാസന്മാർ അല്ലെങ്കിൽ അടിമകൾ അല്ലെങ്കിൽ ജോലിക്കാരെന്ന് ഉദ്ദേശിച്ചു. ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയിലോടും കൂടെ അനുസരിക്കണം. അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞായറാഴ്ച ദിവസം കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ദൈവഭയമുള്ളവരായിട്ടും ഏകാഗ്രതയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കാനും സേവിക്കാനും ഉദ്ദേശിക്കപ്പെട്ടവർ. ഏത് സമയത്തും നമ്മുടെ തൊഴിൽ മേഖലയിൽ ഏത് സമയത്തായാലും ആ സമയങ്ങളിലൊക്കെ നാം ചെയ്യുന്ന തൊഴിലിൽ ഏത് മേഖലയായാലും, കീഴിൽ ജോലി ചെയ്യുന്നതായാലും സ്വന്തമായി ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഒക്കെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ട മനസ്സോടെ ചെയ്തു. അപ്പം നാം ഈ ദൈവേഷ്ട മനസ്സോടെ ചെയ്തു ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴത്തെ കാര്യം ഈ പറയുന്നത്? നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മേഖലയിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവിടെയും നാം ഒരു കാര്യം ഓർക്കണം, നാം കർത്താവിൻ്റെ ദാസന്മാരാണ്, കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. മറ്റുള്ളവരെ പോലെ ആളുകളെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ഇവിടെ വായിക്കുന്ന ദൃഷ്ടി സേവയാലല്ല, കാണുമ്പോൾ കുഴപ്പക്കാരനല്ല എന്നുള്ള രീതിയിൽ ജീവിക്കാനല്ല ഉദ്ദേശിക്കപ്പെട്ടില്ല. നാം ചെയ്യുന്ന മേഖലയിൽ നാം കർത്താവിൻ്റെ ദാസന്മാരാണെന്നും ഉള്ള ആ ബോധ്യത്തോടുകൂടെ ആയിരിക്കണം നാം ഇടപെടേണ്ടത്. അങ്ങനെയുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത്, തെറ്റായ കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ല. നാം ദൈവമക്കളാണെന്നും ഈ സമയത്തും ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ 9 മണി മുതൽ 5:30 മണി വരെയാണ് ഓഫീസ് ടൈം. അപ്പോൾ 9 മണി മുതൽ 5:30 മണി വരെ ഓഫീസിൽ ചെന്ന് ജോലി ചെയ്യുന്നു, അതിനുള്ള പണം കൂലി ശമ്പളം തരും. എന്നാൽ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച്, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെപ്പറ്റി എനിക്ക് അത്ര ബോധ്യമില്ല, അറിഞ്ഞൂടാ. അവിടെ പറയുന്നത് 24 hours യു ആർ എ ഗവൺമെൻറ് സർവൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നിങ്ങൾ സർക്കാരിൻ്റെ തൊഴിലാളിയാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവനാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. അതെങ്ങനെ മനസ്സിലാക്കുന്നറിയാമോ? ഈ ഓഫീസ് ടൈം കഴിഞ്ഞ് നമ്മൾ പോയി ഈ ആൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനിത് ശ്രദ്ധിക്കും. കാരണം ഞാൻ ഓഫീസിൽ 1-2 ആളുകൾ ചില പ്രശ്നക്കാരൊക്കെ ഉണ്ടായി, അവർക്ക് ചില നോട്ടീസ് ചാർജ് ഷീറ്റൊക്കെ കൊടുക്കുകയുണ്ടായി. ഞാനല്ല, അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഓഫീസ് ടൈമിലൊന്നും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ചാർജ് ഷീറ്റിൻ്റെ ഒരു വാചകം ഇങ്ങനെയാണ്: അൺബിക്കമിങ് ഓഫ് എ ഗവൺമെൻറ് എംപ്ലോയി എന്നാണ് വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരന് യോഗ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം നിങ്ങൾ കാഴ്ചവെച്ചു. എന്നിട്ട് പറയുന്നതാണ്, അവർ പറയുന്നതാണ്, നിങ്ങളെല്ലാ ദിവസവും സർക്കാരിൻ്റെ തൊഴിലാളികളാണ് അല്ലെങ്കിൽ ജോലിക്കാരാണ്. ശമ്പളം തരുന്ന ഈ ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യതയൊക്കെ ഉണ്ടെങ്കിലും ആ സമയങ്ങളിൽ അല്ലാത്ത സമയത്തും ആവശ്യപ്പെട്ടാൽ തൊഴിൽ ചെയ്യാനും സർക്കാരിൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ബാധ്യസ്ഥരാണ്. അതിൻ്റെ അർത്ഥം ആ കൃത്യമായ സമയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അവരുടെ ജീവിതത്തിൽ. അതിനാണ് കോൺട്രാക്ട് റൂൾസ് എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോൺട്രാക്ട് റൂൾസ് വെച്ചാൽ സർവീസ് റൂൾസ് വേറെ, കോൺട്രാക്ട് റൂൾസ് വേറെ. എന്ന് പറഞ്ഞാൽ സർവീസ് റൂൾസ് എന്ന് പറഞ്ഞാൽ ജോലി സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളതായ നിയമങ്ങൾ. കോൺട്രാക്ട് റൂൾസ് എന്ന് വെച്ചാൽ പെരുമാറ്റ രീതികളാണ്. അവിടെ ചില ജോലികളിൽ ഡ്രസ് കോഡ് വരെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വക്കീൽമാരും കോടതികളിൽ ഇതൊക്കെ പോകുമ്പോൾ വസ്ത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുന്നതായിരിക്കും, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ നമുക്കറിയാം.
അതവർ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തെന്നല്ല, അത് അവരുടെ ജോലിയുടെ ഭാഗമായി ഇട്ടേ മതിയാകൂ. വളരെ ചൂടുള്ള സമയത്തും ഈ ഇതൊക്കെ വലിച്ചു കയറ്റി പോകാനായിട്ട്. അപ്പോൾ ആ അതായത് വസ്ത്രധാരണ രീതി പോലും സർക്കാരിൻ്റെ നിബന്ധനയ്ക്ക് വിധേയമായിട്ടേ ജീവിക്കാനായിട്ട് അർഹതയുള്ളൂ. ചില ആളുകൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് ആ സമയം കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത്. അത് ശരിയായിരിക്കാം, ചിലപ്പോൾ പിന്നാലെ നടക്കുന്നില്ലായിരിക്കും. എന്നാൽ ഒരു പരാതി അവിടെ ലഭിച്ചാൽ അവിടെ നിയമം അതിൻ്റെ കർക്കശമായ നിലയിൽ കാര്യങ്ങൾ ഇടപെടും. കാരണം ഞാൻ ഈ പറയാൻ കാരണം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒന്ന് രണ്ട് വ്യക്തികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അദ്ദേഹത്തിന് പണിഷ്മെൻ്റ് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് അദ്ദേഹം വേറൊരു ജില്ലയിലുള്ള ആളാണ്, തൃശ്ശൂരിലേക്ക് മാറ്റം കൊടുത്ത ആൾ. അദ്ദേഹത്തിന് ചില ശിക്ഷണ നടപടികളൊക്കെ ഉണ്ടായി. അദ്ദേഹം എൻ്റെ വലിയ സുഹൃത്തായിരുന്നു. വേറെ ജില്ലയിലുള്ള ആളാണെങ്കിലും വലിയ പ്രായക്കാരാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളൊക്കെയാണ്. അദ്ദേഹം വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വന്നപ്പോൾ ഇയാൾ പണിഷ്മെൻ്റായിട്ടാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ചില വേറെ ശമ്പളത്തിൽ ചില കട്ടിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട്. 2 ഇൻക്രിമെൻ്റൊക്കെ വേറെ ചെയ്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഉച്ച സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേറെ സെക്ഷനിലാണ് അദ്ദേഹത്തെ കാണാൻ ചെന്നത്. അപ്പോൾ അദ്ദേഹം ചെന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, ഞാനൊരു നോട്ടപ്പുള്ളിയാണ്, ഞാനുമായിട്ട് താൻ സംസാരിക്കുന്നത് കണ്ടാൽ ആളുകൾ വിചാരിക്കും ഇതൊക്കെ. ഞാൻ പറഞ്ഞു, എന്നെപ്പറ്റി ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്, അല്ലാതെ നിങ്ങൾ ചെയ്ത കാര്യത്തിനൊന്നും പങ്കാളിയാവാൻ വേണ്ടിയല്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തിന് ആ നിലയിലുള്ളതായ ശിക്ഷണ ക്രമത്തിൽ കടന്നു പോകാൻ ആവശ്യമുണ്ടായത് ജോലിയോട് ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല. ഞാനത് പറയാൻ കാരണം, ദൈവമക്കൾ എന്ന നിലയിൽ നാം ഏറ്റവും മാന്യമായി വസ്ത്രം ധരിച്ച് പെരുമാറി ഭക്തിയോടുള്ള വേഷത്തിലാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ കർത്താവിനെ ഓർക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒക്കെ ആയിട്ട് കടന്നു വരുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ മറ്റു ദിവസങ്ങളിൽ നാം മനസ്സിലാക്കണം, നാമും കർത്താവിൻ്റെ ദാസന്മാരാണ്. നാം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നാം ഉത്തരവാദികളാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന വാക്യമാണ്, ഞാൻ ഉദ്ധരിക്കട്ടെ. മുഖപക്ഷം കൂടാതെ നിങ്ങൾ പിതാവെ എന്ന് വിളിക്കും. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്നവനെ കണക്ക് കൊടുക്കേണ്ടവനാകിയാൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. ആ വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും. പലപ്പോഴും ഞാൻ വായിക്കുകയും വളരെ ഭയത്തോടു കൂടെ തന്നെ ആ വാക്യം വായിക്കാറുള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ മുഖപക്ഷം കൂടാതെ എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ, ഒരു പക്ഷപാതവും കാണിക്കാതെ. നമുക്കറിയാം പഴയ നിയമത്തിൽ മോശയുടെ ചരിത്രം. മോശ ദൈവത്തിൻ്റെ ഉന്നതനായ വ്യക്തിയാണ്, വളരെ മുൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാവശ്യങ്ങളാണ്. പക്ഷേ മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കപ്പെട്ട വ്യക്തിയാണ് മോശ. അപ്പോൾ പിന്നെ നാമൊക്കെ നിസ്സാരന്മാരായ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ എത്രത്തോളം നാം ഭയക്കണം. എന്നാൽ ഇവിടെ പറയുന്നത് ഓരോരുത്തനെ ന്യായം വിധിക്കുമെന്നാണ്, കൂട്ടമായിട്ടല്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും ആ മേഖലയിലൊക്കെ ദൈവം നമ്മെ കാണുന്നു എന്നും ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്നും ഉള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപാടുകളായിരിക്കാൻ. ഇവിടെ ഞാനത് പറയാൻ കാരണം, യഹൂദന്മാർ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാതെയും മനസ്സിലാക്കാതെയും അവരുടേതായ രീതിയിൽ കർത്താവിനെ വിലയിരുത്തിയപ്പോൾ അവർ ചെയ്തത് എന്താ? ഇവൻ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, ഞങ്ങളെ വിമർശിക്കുന്നു. നാമും അങ്ങനെ ദൈവികമായ വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. നമ്മുടെ പ്രവൃത്തികളൊക്കെ പരിശോധിക്കുന്നവരാണ് കർത്താവ് എന്നുള്ള ബോധ്യത്തിൽ വേണം
നമ്മുടെ ഇടപാടുകൾ ചെയ്യാനായിട്ടും പെരുമാറാനായിട്ടും എന്നുള്ള കാര്യം ഈ ഭാഗം പഠിച്ചപ്പോഴേ എൻ്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു. അത് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു എന്ന് മാത്രമേ. ഇനി ഒരു വ്യക്തിയെ കൂടെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഈ പ്രത്യേക ആശയത്തിൽ പഠിക്കാനുള്ളത്. യൂദാസ്കര്യോത്ത്. ഇന്ന് അതിനുള്ളതായ സമയം നമ്മുടെ മുമ്പിലില്ലാത്തതുകൊണ്ട് അടുത്ത ആഴ്ചയ്ക്കായിട്ട് ഞാനത് മാറ്റിവെക്കുകയാണ്. ദൈവവചിച്ച് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പിന്നീട് മുമ്പിലേക്ക് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.